എനിക്ക് മമ്മൂക്കായുടെ ഒരു ഭയങ്കര ആരാധനയും, ഞാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഒന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു 7-ാം തീയതി ജനിച്ചുകൊണ്ട് ഞാനോ ആണോന്ന് എനിക്കറിയില്ല. അദ്ദേഹം വിർഗോയാണ്, ഞാനും വിർഗോയാണ്. മാതൃഭൂമി ചാനലിനോട് എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ്. കാരണം അവിടെ റെജി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ നന്മയുള്ള ആളാണ്. അല്ലാതെ അതിൻ്റെ ഒരു നടത്തിപ്പാൻ ഒരാളുണ്ട്. ബിഗ് ബഡ്ജറ്റ് ആയാലും ചെറിയ ബഡ്ജറ്റ് ആയാലും സിനിമയുടെ കാതലും കാമ്പും ഉണ്ടെങ്കിൽ സിനിമ ഓടും. നമുക്ക് അത് ഒരു ആൻസൈറ്റിയാണ്. ഈ 10 മാസം അമ്മ ഗർഭപാത്രത്തിൽ തൻ്റെ പിഞ്ചോമനയെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെയാണ് ഓരോ പ്രൊഡ്യൂസർക്കും. പിന്നെ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതിന് ശേഷം, അല്ലെ നമ്മളുടെ സമയം കൊണ്ട് പൈസ പോയതിന് ശേഷം നമ്മൾ അവൻ പറ്റിച്ചു ഇവൻ പറ്റിച്ചു എന്ന് പറയുന്നതിനകത്ത് ന്യായമില്ല. ഈ മമ്മൂക്കയെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തന്നെ പുതിയ സംവിധായകർക്കും പുതിയ അഭിനേതാക്കൾക്കും സാറ് അവസരം കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് എടുക്കുന്നതാണോ? അല്ല, അതെന്നാന്നറിയാം, ഈ വലിയ ആളുകളുമായി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളുമായിട്ട് യോജിക്കണമെന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് എന്നാണ്, നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഗുഡ്വില്ലിന് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ ഇവിടെ വരിക, ഇവിടെ വന്ന് താമസം ചെയ്യാമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇവിടെയേ നടക്കത്തുള്ളൂ. ഇവിടെ ഡ്രൈവർമാരുണ്ട്, വണ്ടിയുണ്ട്, നിങ്ങളെ എവിടെ വേണേലും വിടാം. ലൊക്കേഷൻ കാണാൻ പോകണേ ഇവിടുന്ന് പോവുക. ഇതൊക്കെ ചില സോ കോൾഡ് വലിയ ആളുകളോട് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബ്ലെസ്ഡ് പേഴ്സണാണ്. സം റീസൺ എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, എന്നെ ഈ കഴിഞ്ഞ ഇത് കണ്ടിട്ട് ഒരു 2 റിവ്യൂവേഴ്സ് വിളിച്ചായിരുന്നു. അതിലൊരു റിവ്യൂവർ പറഞ്ഞത്, ചോദിച്ചേട്ടാ നിങ്ങളുടെ ഇൻറ്റൻഷൻ മനസ്സിലായത് എന്നെ നിങ്ങൾ വിളിച്ചപ്പോഴെനിക്ക് മനസ്സിലായിരുന്നു. ഐ എം സോ സോറി, ഡെഫിനറ്റ്ലി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും, ഇനിയുള്ള എൻ്റെ റിവ്യൂകൾ ശ്രദ്ധിക്കും എന്ന് ഒരാൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. രണ്ടാമതൊരു പയ്യൻ, ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ട് തന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, അവനതിൻ്റെ എഴുതുകയും ചെയ്തു. അവൻ പറഞ്ഞു, എനിക്ക് ഇനി എൻ്റെ റിവ്യൂകൾ 3 ദിവസത്തിന് ശേഷമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വായിട്ടടിച്ചിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ആളുകൾ, അപ്പം ഞാൻ പറഞ്ഞത് ചില സിനിമ ആളുകളുമായി നമ്മൾ യോജിക്കാൻ ബുദ്ധിമുട്ടായി വരാം. അപ്പോൾ അതുകൊണ്ട് കഴിവതും ആരുമായി ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പുതിയ പിള്ളേരാകുമ്പോൾ അവർക്ക് സ്വപ്നങ്ങൾ കൂടുതലായതുകൊണ്ടും അവർക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും അവർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ എളുപ്പമാകും. അതുകൊണ്ടാണ് പുതിയ ആളുകളുമായി പോകാൻ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാറ്റങ്ങൾ വലുതാണ്. ഈ പുതിയ ട്രെൻഡ് മനസ്സിലാക്കാൻ പുതിയ ആളുകൾക്കല്ലേ പറ്റത്തുള്ളൂ. തീർച്ചയായും മനസ്സിലായോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പിള്ളേരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇപ്പം ഈ പുതിയ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നു, ഞാനിപ്പം പറയുന്നു വയലാറിൻ്റെ ലൈൻ എനിക്ക് അറിയാം, എൻ്റെ പിള്ളേർക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് പോലെ എൻ്റെ പിള്ളേർക്ക് അറിയാവുന്ന പല കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ പ്രകൃതിയുടെ മാറ്റങ്ങളാണ് അതൊക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ മെസ്സേജുകളൊക്കെ ഒരുപാട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മെസ്സേജ് എനിക്ക് സ്ട്രൈക്കായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, ഒരാൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, ഞാൻ എന്നിൽ തന്നെ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ നോക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളൊരു ഇൻസ്പിറേഷനായിട്ട്? ഇൻസ്പിറേഷൻ എന്ന് പറയും, ഞാൻ സമയമുള്ളപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ആളുകൾ പറയും ഐ എം ബിസി. എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഞാനിതൊക്കെ നോക്കുന്ന ഒരാളാണ്, നോക്കാറുണ്ട്, കാണാറുണ്ട്. പിന്നെ നമ്മളാരെയും ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരെയും വേദനിപ്പിക്കാനോ ആരെയും ആയിട്ട് വഴക്കുണ്ടാക്കാനോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള രസകരമായ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു. അത് ചിലപ്പം ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം.
അപ്പോൾ ഇത് കണ്ടിട്ട് മാതൃഭൂമിയിൽ നിന്നൊരു കുട്ടി എന്നെ വിളിച്ചു, ചേട്ടാ അവിടെ പറഞ്ഞ പോലെ എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയുകയില്ല. അത് വേറൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാനിവിടെ നിന്ന് എനിക്ക് അങ്ങ് പോകാൻ സമയമില്ല. എന്താ, എനിക്ക് അവർക്ക് വേണ്ടി കളയാൻ സമയമില്ല, എനിക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കളയാൻ സമയമുണ്ട്. അതുകൊണ്ടാണ്. അത് ചിലവർക്കത് ഗുണമാകും, ചിലവർക്കത് ഗുണമാകും. ആ കുട്ടിയോട് എനിക്ക് വളരെ സ്നേഹമേ ഉള്ളൂ, മനസ്സിലായോ? മാതൃഭൂമി ചാനലിനോട് എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. കാരണം അവിടെ റെജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം വളരെ നന്മയുള്ള ആളാണ്. അല്ലാതെ അതിൻ്റെ ഒരു നടത്തിപ്പാൻ ഒരാളുണ്ട്, അയാൾക്ക് അത്ര നന്മയുണ്ടെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. അയാളുടെ കാര്യത്തിന് വേണ്ടി നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യത്തിന് വിളിച്ച അയാൾ ഏതപ്പാ കോതമംഗലം എന്ന്. പക്ഷേ റെജി ഇറ്റ്സ് എ വെരി നൈസ് പേഴ്സൺ. അല്ല, എറണാകുളത്തേക്ക് വരുവാണ്. ഞാൻ അദ്ദേഹത്തിന് ഇന്നുവരെയും കണ്ടിട്ടില്ല. ഒന്ന് കാണണം, അദ്ദേഹത്തോടൊപ്പം ഇരുന്നൊരു ചായ കുടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു, ഞങ്ങളുടെ അസോസിയേഷനുള്ളവരും എല്ലാവരും വിളിച്ചു. അതിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു അല്ല, അത് ഒത്തിരി ഉണ്ട്. അതങ്ങനെ അവരെ നമ്മളങ്ങനെ കമ്പാരിസൺ ചെയ്യണ്ട. അവരെല്ലാം നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ അവർക്കറിയാമല്ലോ ഞാനീ പറയുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നതും ഞാൻ പറയുന്നതെല്ലാം സത്യങ്ങളാണ് എന്നവർക്കറിയാവുന്നത് കൊണ്ട് അവരതിനകത്ത് അവർ ചിരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയുന്നു. ഇപ്പോൾ സാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാറ് വലിയ പ്രൊജക്റ്റുകൾക്കൊപ്പം തന്നെ ചെറിയ സിനിമകളെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പം ബിഗ് ബഡ്ജറ്റ് പ്രൊജക്റ്റും അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിലെ പ്രൊജക്റ്റുകളും വരുമ്പം അതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, നമുക്ക് MBBS പഠിക്കുന്ന നമ്മുടെ മോളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും നമുക്ക് ഒരുപോലെയാണ്, ഇല്ലേ? രണ്ടുപേരും കല്യാണം കഴിച്ചു വിടുമ്പോൾ നമ്മളെ കൊണ്ട് ഒരേപോലെയാണ് വിടുന്നത് എന്ന് പറഞ്ഞ പോലെ ബിഗ് ബഡ്ജറ്റ് ആയാലും ചെറിയ ബഡ്ജറ്റ് ആയാലും സിനിമയുടെ കാതലും കാമ്പും ഉണ്ടെങ്കിൽ സിനിമ ഓടും. നമുക്ക് അത് ഒരു ആൻസൈറ്റിയാണ്. ഈ 10 മാസം അമ്മ ഗർഭപാത്രത്തിൽ തൻ്റെ പിഞ്ചോമനയെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെയാണ് ഓരോ പ്രൊഡ്യൂസർക്കും. എന്തെങ്കിലും സാറ് കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കാറുണ്ട്? ഒന്നുമില്ല. എക്സ്പെക്ടേഷൻ രണ്ടിനും സെയിം ആണ്. പിന്നെ ഇതിനുള്ള ആകെയുള്ള സമാധാനം എന്നാന്ന് വെച്ചാൽ ബിഗ് ബഡ്ജറ്റ് പൊളിഞ്ഞാൽ ഒത്തിരി കാശ് പോകും, ചെറിയ ബഡ്ജറ്റ് പൊളിഞ്ഞാൽ ഇച്ചിരി പൈസയെ പോകത്തുള്ളൂ. പിന്നെ കിട്ടിയാൽ ചെറിയ ബഡ്ജറ്റിലെ സിനിമയാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും, ബിഗ് ബഡ്ജറ്റിൽ നമ്മളിത് കമ്പയർ ചെയ്ത് തരുമ്പോൾ ഇച്ചിരി പൈസ കിട്ടും. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സാറിന് ഇതിനോടായിരിക്കും കൂടുതൽ താല്പര്യം? അങ്ങനെയല്ല, എനിക്ക് സിനിമകളോടാണ് ഇഷ്ടം, ബഡ്ജറ്റ് അല്ല. നല്ല സിനിമ, നമുക്കിഷ്ടമുള്ള ആളുകളുമായി വർക്ക് ചെയ്യാൻ പറ്റുക, മനസ്സിലായോ? ചില ആളുകളോട് നമുക്കൊരു ഇഷ്ടക്കൂറുണ്ടാകും, അത് പടം ചെയ്യണത് പോലുമില്ല. നമുക്ക് അവരോടുള്ള ഇന്നലെ മമത മോഹൻദാസ് ഞാനുമായിട്ട് കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. എനിക്ക് മമതയോട് ഭയങ്കര ബഹുമാനമാണ്. അവരിങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെയുള്ള പെണ്ണുങ്ങളോട് നമുക്കൊരു ആരാധനയുണ്ടാവും, മനസ്സിലാവും. അപ്പം അങ്ങനെ മമതയായിട്ട് ഞങ്ങൾ ഇന്ന് വരെ സിനിമ ചെയ്തിട്ടില്ല. മമതയായിട്ട് ഞാൻ പണ്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തൊരു പടം ചെയ്തതല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. എന്നിട്ട് സിനിമ പ്രതീക്ഷിക്കാമോ? വൈ നോട്ട്? ഞാൻ വിധിയോട് മത്സരിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഡെസ്റ്റിനി, അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ ഞങ്ങൾ കൂടി സിനിമ ചെയ്യും. ഇപ്പോൾ പുള്ളിക്കാരി ഭയങ്കര കാലിബറുള്ള, ടാലൻ്റുള്ള, നിലപാടുകളുള്ള ഒരു വനിതയാണ്. അവരെയൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. എനിക്ക് പെണ്ണുങ്ങളെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് നിലപാടുള്ള പെണ്ണുങ്ങളോട് ഭയങ്കര ഇഷ്ടം, ആരാധനയും ബഹുമാനവുമാണ്. ഞാൻ അവരോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഇപ്പോൾ ചില ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട്. അതായത് സംവിധായകർ കള്ളക്കണക്ക് കാണിച്ച് പണം മേടിക്കുന്നു, എന്നിട്ട് അതിൽ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് നിർമ്മാതാവിൻ്റെ നിന്ന് പൈസ മേടിച്ചെടുക്കുന്നു എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സാറിന് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടായി? സംവിധായകൻ അങ്ങനെയൊന്നും കള്ളക്കണക്കൊന്നും കാണിക്കത്തില്ല. സംവിധായകൻ ക്രിയേറ്റീവ് ഹെഡാണ്. അതൊക്കെ സിനിമ അറിയാൻ മേലാത്തവർ പറഞ്ഞ സംവിധായകന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താണ്, അവന് വേണം അവൻ്റെ സാലറി കൂട്ടിവെക്കാം. അത് കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്ന പ്രൊഡ്യൂസറല്ലേ. പിന്നെ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതിന് ശേഷം, അല്ലെ നമ്മളുടെ സമയം കൊണ്ട് പൈസ പോയതിന് ശേഷം നമ്മൾ അവൻ പറ്റിച്ചു ഇവൻ പറ്റിച്ചു എന്ന് പറയുന്നതിനകത്ത് ന്യായമല്ല കേട്ടോ. മലയാളിക്കുള്ള വേറൊരു പ്രശ്നമാണ്, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നാ, എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, എന്നിട്ട് ചിലപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. വർക്കൗട്ട് ആയപ്പോൾ പറയും ഓ നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്
എൻ്റെ പ്രശ്നം കൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യും. എന്നാൽ ഒന്നിച്ച് നിന്ന് മുണ്ട് മടക്കി കുത്തി വയറ് വലിച്ചു മുറുക്കി നമ്മളത് വിജയിപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സംവിധായകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ഇപ്പോൾ സാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മമ്മൂട്ടി സാറുമായിട്ട് ഭയങ്കര അടുത്ത ഒരു ബന്ധം നിലനിർത്തി പോകുന്നുണ്ട്. അപ്പം അതിലേക്കുള്ളൊരു അതെങ്ങനെയാണ് ആ ഒരു ബന്ധം ഉണ്ടായതെന്ന് പറയാം. അത് എനിക്ക് മമ്മൂക്കായുടെ ഒരു ഭയങ്കര ആരാധനയും, ഞാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഒന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു 7-ാം തീയതി ജനിച്ചുകൊണ്ട് ആണോയെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം വിർഗോയാണ്, ഞാനും വിർഗോയാണ്. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നോടൊരു സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കത് എൻ്റെ ഉള്ളിനും പുറത്തുമൊക്കെ അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമാണ്. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഉണ്ടായത്? അത് കാലങ്ങളെടുത്തുണ്ടായ കേസല്ലേ, കാലങ്ങൾ കൊണ്ടുണ്ടായ, അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച പടങ്ങളാണ്. ഇനിയും അതുപോലെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താണ്? ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നുന്നത് നമ്മുടെ സിനിമ വിജയിക്കുമ്പോഴാണ്. മനസ്സിലായോ? ആ സിനിമയിലെ ചില കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഗുണം ചെയ്യുമ്പോഴാണ്. ഇപ്പം അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന ഒരു സിനിമ ഞങ്ങൾ ഇറക്കിയപ്പോൾ അതിനകത്തൊരു യെരുസലേം നായക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് മണിപ്പൂർ ലാംഗ്വേജിലേക്ക് അവർ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അവിടുത്തെ ഈ ആദിവാസി കോളനികളിലൊക്കെ ഈ മിഷണറീസ് ഈ പാട്ട് പാടി നടന്നു. അവിടുത്തെ റേഡിയോയിലൊക്കെ അത് വന്നു. അപ്പോൾ നമ്മളെ അവിടുന്ന് 2 അച്ഛന്മാർ വിളിച്ചതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. മനസ്സിലായോ? പിന്നെ അടുത്തത് നമ്മളുടെ വേറൊരു സിനിമ ഒരു വിദേശ രാജ്യത്ത് കളിച്ചപ്പോൾ അവിടുന്ന് ഒരു സായിപ്പ് ആ സിനിമ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, ദിസ് ഇസ് മലയാളം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല, മലയാളത്തിലെ സിനിമാ പ്രേമികൾക്കൊക്കെ നമ്മളോട് ഒരു ഇഷ്ടമുള്ള കുറേ ഒരു ഗുഡ്വില്ലിൻ്റെ സിനിമ വരുമ്പോൾ എന്നെ പോട്ടെ ജോയിച്ചേട്ടനല്ലേ എന്നും പറഞ്ഞ് ഒരു ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ എനിക്കറിയാം. അത് ഈ സിനിമകൾ ചെയ്തുണ്ടാക്കിയ അവരുടെ ഒരു വിശ്വാസവും സ്നേഹവുമാണ്. അപ്പം നമ്മൾ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇച്ചിരി കാശ് കുറഞ്ഞാലും മെറിറ്റുള്ള സിനിമകൾ ചെയ്യാൻ പറ്റണേ, തല്ലിപ്പൊളി പടങ്ങൾ ചെയ്യാൻ ഇടവരുത്തരുതേ. അങ്ങനെ 1-2 പടമൊക്കെ നമ്മുടെ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനത് എൻ്റെ പേര് പോലും അല്ല ഇറക്കിയത്. മനസ്സിലായോ? അതൊക്കെ ഇപ്പം നമുക്ക് പറയാം. ഓരോ സിനിമകളുടെ കഥകൾ എടുത്ത് പറഞ്ഞാൽ ഇഷ്ടംപോലെ കഥകൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നും റിസ്ക്കുള്ള ബിസിനസ്സാണ്. സിനിമയിലേക്ക് വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിച്ചു വരണം. ഭാഗ്യമുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് സിനിമയാണ്. ഭാഗ്യമില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മോശം ബിസിനസ്സും സിനിമയാണ്. അല്ലെങ്കിൽ വലിയ കാശുള്ളവർക്ക് പൊങ്ങച്ചം കാണിക്കാനും അല്ലെങ്കിൽ അവർക്ക് PR വർക്കിനൊക്കെ സിനിമ ചെയ്യുന്നത് നല്ലതായിരിക്കാം. പക്ഷെ എനിക്കതല്ല. എനിക്ക് അരി മേടിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സാറ് കൂടുതലും അഭിനേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി എന്താണ്? അവർ പഞ്ച്വലായിട്ട് നമ്മളോട് ഇടപെടുക, അല്ലാതെ ക്വാളിറ്റിയും ഡിസ്ക്വാളിറ്റിയും ഒന്നും ഇതിനകത്തില്ലെന്നേ. അത് ഓരോരുത്തരുടെ, എന്നിൽ എൻ്റെ നന്മയെ കാണുന്നവർ ചിലപ്പം കുറച്ച് പേരെ കാണത്തുള്ളൂ. എൻ്റെ തിന്മയായിരിക്കും ചിലപ്പം താങ്കൾക്ക് കാണാൻ പറ്റുന്നത്. താങ്കളുടെ കണ്ണിലൂടെ എൻ്റെ ക്വാളിറ്റി, എനിക്ക് ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞ് എൻ്റെ ക്വാളിറ്റി കുറയണമെന്നില്ലല്ലോ. മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയാനുള്ള ശക്തിയോ ഇതൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സിനിമയിൽ വന്നാൽ എല്ലാവരും ഒന്നിച്ച് നിന്ന്, ഇതൊരു ടീം വർക്കാണ്. പൈസ മുടക്കുന്ന ആളുടെ വേദന ഒരു വലിയ വേദന തന്നെയാണ്. അപ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കി അവരോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ മലയാള സിനിമയിലെ മിനിമം ഗ്യാരണ്ടി തരുന്ന ഒരു നിർമ്മാതാക്കളിൽ ഒരാളായാണ് സാറിനെ കാണുന്നത്. അപ്പോൾ ഇത് ലാഭത്തിനപ്പുറം ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? പക്ഷേ എൻ്റെ പൊന്നു മോനെ, ഇത് തന്നെയാണ് വലിയ ഭാരം. എന്നാന്ന് പറയുക, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അതായത് അങ്ങനെ ഒരു മിനിമം ഗ്യാരണ്ടി ഒന്നും ഇല്ല മോനെ. നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട്
നമ്മൾ ചെയ്തതൊക്കെ വർക്കായി എന്നല്ലാതെ നമുക്കങ്ങനെ ഒരു മിനിമം ഗ്യാരണ്ടി ഒന്നും സിനിമയിൽ പറയാൻ പറ്റത്തില്ല. സിനിമ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അനുഭവയോഗമാണ്. ഇന്നെനിക്ക് അനുഭവിക്കാൻ, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് അതുകൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിൽ സിനിമ ഓടും, ഇല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകരോട് എനിക്ക് എപ്പോഴും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. അവർ ഒരു മാർക്ക് എനിക്ക് ഗുഡ്വില്ലിന് തന്നിട്ടുണ്ട്. അത് പോകരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഫാക്ടറിൽ സാർ എത്രമാത്രം ഇടപെടാറുണ്ട്? അതുപോലെ സംവിധായകന് പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്ന ഒരു നിർമ്മാതാവാണോ? 100%. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അതിനെ അങ്ങനെയല്ല എന്ന് പറയുന്നുള്ള കാര്യം. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും പോകാറില്ല. നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവരാണത് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ പ്രൊഡ്യൂസർക്ക് വേറൊരു ഗുണമുണ്ട്. ഇപ്പം ഭയങ്കര മത്സരമുള്ള അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ക്രൂ ഒക്കെ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പടം ഓടിയില്ലെങ്കിൽ അവന് അടുത്തൊരു പടം കിട്ടത്തില്ല. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവന് ലോട്ടറി അടിച്ച് അവന് വീണ്ടും ഒരു പടം എടുക്കാം. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ ഒരു സിനിമ എടുത്ത ഒരു ഡയറക്ടർ അതിനുശേഷം ഇന്ന് പറയുമ്പോൾ സിനിമ എടുത്തിട്ടില്ല. ഞാൻ അവനോട് പറയുമായിരുന്നു, മോനെ ഇത് സൂക്ഷിച്ച് ചെയ്യ്. ഇപ്പം എൻ്റെ വേറൊരു സിനിമ എടുത്ത ഒരു ഡയറക്ടർ എന്നെ പടം കൊണ്ട് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രശ്നമാണേ. അവനിപ്പോൾ ദുബായ് പണിക്ക് പോയി. മനസ്സിലായോ? അതുകൊണ്ട് ഞാനൊരിക്കലും അവരുടെ ക്രിയേറ്റിവിറ്റിയിലൊന്നും ഇടപെടാറില്ല. നമ്മളോട് പറഞ്ഞ ബഡ്ജറ്റിന് തീർത്ത് തന്നാൽ, നമ്മൾ പറഞ്ഞ കഥ തീർത്ത് തന്നാൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ നമ്മൾ പറയും അതൊക്കെ ഒന്ന് മാറ്റി ചെയ്യാൻ പറയുന്നല്ലാതെ നമ്മളങ്ങനെ ഒന്നിനും ഇടപെടുത്തില്ല. അവനവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ഇടിച്ചു കയറാൻ പോകാറില്ല. എന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ കാശ്മീരിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഷൂട്ടിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് കാശ്മീർ കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത്, അല്ലാതെ നിലനിൽക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടറായിട്ട് കാണുന്നുണ്ടോ? വലിയ പാടല്ലേ. സിനിമ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എത്രയോ പ്രഗത്ഭന്മാർ വന്ന് ഇട്ടിട്ട് പോയി. ഇപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായിരുന്നു ജോയ് ചേട്ടൻ, ജോയ് തോമസ്, ജൂബിലി പിക്ചേഴ്സ്. അവരിപ്പോൾ സിനിമ ചെയ്യുന്നില്ലല്ലോ. അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അവർക്ക് ഒരു സെക്യൂരിറ്റി വരാതെ അല്ലെങ്കിൽ അൺസെക്യൂരിറ്റി സെക്യൂർ അല്ല എന്ന് തോന്നിയപ്പോൾ അവരവിടുന്ന് മാറി. നമ്മൾ ഈ സ്റ്റുഡിയോയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ നമ്മളിവിടെ കാണും, നമ്മളെ കൊണ്ട് പറ്റുന്നോളം വരെ നമ്മൾ ചെയ്യും. അപ്പം അത് നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത്രയേ ഉള്ളൂ. ഇപ്പം സിനിമ എന്നത് കലയുമാണ്, അതുപോലെ തന്നെ ഒരു കച്ചവടമാണ്. അപ്പം ഇപ്പം നിർമ്മാതാക്കൾക്ക് ഓരോ സിനിമയിലും നഷ്ടങ്ങളും അതുപോലെ നേട്ടങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും സാർ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം അത് സാറിന് സിനിമയോടുള്ള പാഷൻ കൊണ്ടാണോ അതോ വാശി കൊണ്ടാണോ? വാശിയൊന്നുമില്ല. വാശിക്ക് വളവിട്ടാൽ അറിയാമല്ലോ അതെന്താ സംഭവിക്കുന്നത്. നമുക്ക് ആരോടും വാശിയില്ല. പലരും എന്നോട് വാശി വെക്കാറുണ്ട്, എന്തിനാണെന്നറിയത്തില്ല. ഞാൻ അവരെ എല്ലാം കെട്ടിപ്പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കെല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരാളോടും വാശിയില്ല. ഇനി ആർക്കെങ്കിലും ഞാൻ വാശി വെക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ആരോടും വാശിയില്ല, വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2ാം ജന്മത്തിലെ ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോടും വാശിയില്ല. ഇനിയുള്ള നാൾ ഇങ്ങനെയൊക്കെ പോയാൽ മതി. പിന്നെ സിനിമ എനിക്കിഷ്ടമുള്ളൊരു വിഷയമായതുകൊണ്ടും അതൊരു യഥാർത്ഥ കലാകാരന്മാർ നന്മയുള്ള ആളുകളായിരിക്കും. ഞാനിപ്പോഴത്തെ അതിനെ കോൺട്രവേഴ്സിയിലെടുക്കരുത്. ന്യൂജൻ സിനിമക്കാരാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കുന്നത്. പണ്ടുള്ള കാലഘട്ടത്തിലുള്ള നടന്മാരും നടിമാരും നിങ്ങൾ കേൾക്കാറുള്ളത് അവർ ജീവിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ കാര്യം അവരന്ന് പൈസയേക്കാൾ ഉപരി അവരുടെ മറ്റുള്ള സഹജീവികളോടുള്ള കരുണയും മറ്റുള്ളവരോടൊപ്പം യാത്ര ചെയ്യാനും ശ്രമിച്ചതുകൊണ്ടാണ്. അപ്പം യഥാർത്ഥ കലാകാരന്മാർക്കിടയിൽ അകത്തൊരു നന്മയുള്ള ഹൃദയമുണ്ട്. ആ നന്മയുള്ള ഹൃദയമുള്ള ആളുകളുടെ ലിസ്റ്റിൽ പെട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ നമുക്ക് വാശിയൊന്നും ആരോടുമില്ല. അയ്യോ അതിനുള്ള പ്രാപ്തിയും ത്രാണിയും നമുക്കില്ല. ചില ആളുകളിലൊക്കെ സ്മാർട്ട്നെസ് കാണുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോവുക. നമുക്കിതിൻ്റെ നാലിലൊന്നും കഴിവില്ലല്ലോ എന്ന്. മനസ്സിലായോ? മലയാള സിനിമയിൽ ധീരം പ്രഗത്ഭരായ പ്രൊഡ്യൂസർമാരുണ്ട്. മനസ്സിലായോ? ലിസ്റ്റൻ സ്റ്റീഫൻ, ആൻഡോ ജോസഫ്, ആൻ്റണി പെരുമ്പാവൂർ, മുകേഷ് ആർ മേത്ത, ഇവരൊക്കെ വമ്പൻ ആളുകളാണ്. നമ്മൾ സാധാരണക്കാർ ആകെപ്പാടെ 2 ചക്രയേ ഉള്ളൂ, ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ആരോടും വാശിയില്ല. ഈ സിനിമയിൽ തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? മാറ്റം കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ കാര്യങ്ങളല്ലേ. പണ്ട് ഫിലിമിൽ സിനിമ എടുത്തു, പിന്നെ അത് HD വന്നു, അത് കഴിഞ്ഞ് റെഡ് വന്നു, ക്യാമറ വന്നു, അങ്ങനെ എല്ലാം വന്ന് ഇപ്പോൾ AI ഇതിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സിനിമ എടുക്കാനും സിനിമ വിജയിപ്പിക്കാനും പറ്റുക എന്നുള്ളതാണ് നമ്മുടെ മഹാഭാഗ്യമായി കരുതേണ്ടത്. അപ്പോൾ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗുഡ്വില്ലും പുതിയ ആളുകളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ആ മാറ്റത്തോടൊപ്പം സഞ്ചരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചില്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുമെന്ന് പറയുന്ന പോലെ തന്നെ ആ മാറ്റത്തിനനുസരിച്ച് ഒപ്പം പോയിക്കൊണ്ട് സംശയമല്ലോ ഉണ്ടോ? ഇപ്പം നമ്മൾ ഇപ്പോൾ ടൊയോട്ട ക്രിസ്റ്റയ നമ്മളിപ്പോഴും പഴയ കോളിസിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ദുശാഠ്യമല്ലേ? അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. മാറ്റമാണ് ഏറ്റവും നല്ലതിന്. ഞാനും മാറണം, നിങ്ങളും മാറണം, നിങ്ങളുടെ ചോദ്യങ്ങളും മാറണം, എൻ്റെ ഉത്തരങ്ങളും മാറണം. സാറിപ്പോൾ കല്ലറയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, തിയേറ്റർ ആണെങ്കിലും എല്ലാം. അപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ടർഫ് എന്നുള്ളൊരു പ്ലാൻ എന്തെങ്കിലും മനസ്സിലുണ്ടോ? പിന്നെ നമ്മൾ അതിന് തൊട്ടപ്പുറത്ത് ചിലപ്പം ഒരു ടർഫ് ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇതെന്നാന്ന് പറയുക, ഇതൊക്കെ അതിന് പറ്റുന്ന അന്തരീക്ഷവും പറ്റുന്ന സ്ഥലവും കിട്ടിയാൽ മാത്രമല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്താൽ ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ആളും വരാതെ അത് പൂട്ടിക്കളയാനൊന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ ലോൺ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാലേ ഇത് നടന്നു പോകത്തുള്ളൂ, ഇല്ല നടന്നു പോകത്തില്ല. മനസ്സിലായോ? ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ആളാണ്. ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്തത്? അല്ല, പ്രതിസന്ധികളെ നമ്മൾ നേരിടുമ്പോഴല്ലേ നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. മോനെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് എന്നാണെന്നറിയോ? ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഈസി ജോബല്ല. എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ കാര്യം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു പുലിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ചെവിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ചെവിയെന്ന് പിടുത്തം വിട്ടാൽ ഈ പുലി നമ്മളെ കുലുക്കി താഴെയിട്ട് കടിച്ചു തിന്നും. അതുകൊണ്ട് ഈ പുലിപ്പുറത്ത് കയറിയവനെല്ലാം മരണം വരെ ഈ പുലിപ്പുറത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണ് ബിസിനസ്. അത് നമ്മളത് ആ പുലിനെ എങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ കൊണ്ട് നടന്നേ പറ്റൂ, കൊണ്ട് നടക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ ചായയും കാപ്പിയൊക്കെ തരണം, അല്ല DA ഒക്കെ. ഇതിങ്ങനെ വന്ന് നമ്മുടെ സമയം കളയരുത്. തീരാറായോ? തീരാറായിട്ടില്ല, നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു വെരി മച്ച്.